അമേരിക്ക 4 ദിവസം കൊണ്ട് എല്ലാം ശരിയാക്കി തരാമെന്ന് നെതന്യാഹുവിന് വാക്ക് കൊടുക്കുകയും അങ്ങനെ രണ്ടുപേരും കൂടി ഇറങ്ങി പുറപ്പെടുകയും അങ്ങനെ തുടക്കം കുറിച്ച യുദ്ധം 2026 ഫെബ്രുവരി 28 ആരംഭിച്ചു. 2026 മാർച്ച് 16 തീയതിയായിട്ടും ഒരു നിലക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വളരെ വിപുലമായ ഭീകരമായ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അത് ഏറ്റവും വലിയ നഷ്ടം അമേരിക്കയുടെ സിൽബന്ധിയായിട്ടുള്ള എല്ലാവിധ ക്രൂരതയ്ക്കും കൂട്ടുനിന്ന നെതന്യാഹു സാക്ഷാൽ ക്രൂരൻ അത് മരണപ്പെട്ടിരിക്കുന്നു, വധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ലോക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് പറയുന്ന കാര്യങ്ങളിൽ 2 എണ്ണം ഉള്ളത്. ഒന്ന്, ഈ മനുഷ്യൻ ഒരു ലൈവ് സ്ട്രീമിൽ വന്നിട്ട് കാര്യമായിട്ട് ഒരു വിപുലമായിട്ടുള്ള പ്രസംഗം നടത്തിയിരുന്നു. 2026 മാർച്ച് മാസം 8 തീയതിക്ക് ശേഷം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ലൈവ് സ്ട്രീമിൽ അവരുടെ ഒരു വലിയ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും കണ്ടു. അത് പിന്നീട് AI ജനറേറ്റഡ് വീഡിയോ ആണെന്നതും 6 വിരലുണ്ടെന്നും പല്ല് കൊന്ത്രം പല്ലാണെന്നും കണ്ണ് കോങ്ങണ്ണാണെന്നും ഇങ്ങനെ പറയേണ്ട സകലതും പറഞ്ഞുകൊണ്ട് പൊളിച്ചടക്കിയത് കൈ കൊടുത്തു. അതോടുകൂടെ ജൂതന്മാർ അവരുടെ ആ ലോബി കൃത്യമായി മനസ്സിലാക്കിയ ലോകത്തെല്ലാവരും നമ്മളെപ്പോലെയുള്ളവരല്ല, ബുദ്ധിയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത്. അതിനുശേഷം വീണ്ടും ഇന്നലെ ഒരു കോഫി ഷോപ്പിൽ വെച്ച് കോഫി കുടിക്കുന്ന രൂപത്തിൽ ഈ ഒരു ക്രൂരൻ്റെ ആ ഒരു വീഡിയോ പുറത്തുവിട്ടു. 5 കൈവിരലിന് 5 വിരലുകളൊക്കെ കാണിച്ചിട്ട് 10 വിരലേ ഉള്ളൂ, 12 ഇല്ല എന്നൊക്കെ പറയാനുള്ള സമർത്ഥമായിട്ടുള്ളൊരു പരിപാടി ആവിഷ്കരിച്ചു. അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകൾ പിന്നീട് അതിനെ ഇതും AI ജനറേറ്റഡ് വീഡിയോ ആണ്, ആളെ പറ്റിക്കാൻ നോക്കണ്ട എന്നുള്ളത് ലോക രാഷ്ട്രങ്ങളിൽ നല്ല സ്വതസിദ്ധമായിട്ട് പത്രധർമ്മങ്ങളൊക്കെ അല്ലെങ്കിൽ മാധ്യമധർമ്മങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ലോകത്തിന് മുമ്പേ പറഞ്ഞു വെച്ചു ഇതും AI വീഡിയോ ആണെന്ന്. ഇവിടെ 2 കാര്യം പൊട്ടിപ്പോയതിൻ്റെ പേരിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ കഷ്ടപ്പെട്ട് ജനറേറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ അവതരിപ്പിക്കുമ്പോൾ ഒരു വേള ആ മനുഷ്യൻ ICUലാണെങ്കിൽ ICU, ഹോട്ടലിലാണെങ്കിൽ ഹോട്ടൽ, ഇനി കോഫി ഷോപ്പിൽ സപ്ലയറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഒന്ന് കാണിച്ചാൽ മതിയല്ലോ. അതെന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇതാണ് ലോകത്തിപ്പോൾ ചർച്ച ചെയ്യുകയും ഉത്തരം കിട്ടാത്ത മരീചികയായിട്ടുള്ള ഒരു ചോദ്യമായി മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു അക്രമിക്കും അതപ്പതിക്കുന്ന അല്ലെങ്കിൽ കാല് തെറ്റിയാൽ ആനയും വീഴുമെന്ന് പറയുന്നത് പോലെ നെതന്യാഹുവും വീണ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞു വെക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുടെ കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നെതന്യാഹുവിനെ കുറിച്ച് പറയുന്നതിനോടൊപ്പം 6 ജനറൽമാർ, അതുപോലെ തന്നെ ആ ക്രൂരൻ്റെ മൂത്ത കുട്ടി ഒരുപാട് വൈറലാകാൻ വേണ്ടി ശ്രമിക്കുകയും ഈ സോഷ്യൽ മീഡിയ ഒരുപാട് നന്നായിട്ട് ആക്റ്റീവായിട്ട് നിലനിർത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ആ ആളെപ്പോലും ഇന്ന് അഡ്രസ്സില്ല. അവസാനമായി 2026 മാർച്ച് മാസം 8 തീയതി തൻ്റെ അച്ഛനെന്ന് പറയുന്ന ലോകക്രൂരനായിട്ടുള്ള നെതന്യാഹു അവിടെ തന്നെ യുദ്ധവേളയിൽ പരിക്ക് പറ്റിയ ഒരു വീട്ടമ്മയെ സന്ദർശിക്കുന്ന ഒരു ഫോട്ടോ ആണ് അവസാനമായി ആ മനുഷ്യൻ്റെ ട്വിറ്റർ ഹാൻഡിൽ അഥവാ എക്സ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ആൾ ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു സമയമെങ്കിലും ഇത്രയും വലിയ ഭീകരാന്തരീക്ഷങ്ങളൊക്കെ നടക്കുമ്പോൾ ചത്തോ അല്ല ജീവിച്ചിരിക്കുന്നു അല്ല മരണപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ എന്ന് വെറുതെയെങ്കിലും അങ്ങനെയൊന്നില്ല എന്ന് എഴുതാൻ ആൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അഥവാ ട്വിറ്റർ ഹാൻഡിലും ആ ഫോണും ഇപ്പം നിലവിൽ കാണാനില്ല എന്ന വാർത്തയും കൂടിയുണ്ട്. അഥവാ ഫോണോടുകൂടെയാണ് അയാൾ പോയത്. അത് ഈ ഇറാൻ്റെ ഏറ്റവും വലിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഫോണും കിട്ടിയിട്ടില്ല. ഇനി ഫോണ് കിട്ടിയാൽ മറ്റാരെങ്കിലും ഈ ഒരു രീതിക്ക് ചെയ്യാമായിരുന്നു. ഹാക്ക് ചെയ്തിട്ടെങ്കിലും കാര്യമായിട്ട് ഒരു ഇടപെടൽ നടത്തുമായിരുന്നു. അതും നടത്തിയിട്ടില്ല. കാരണം ജനറേറ്റഡ് വീഡിയോക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വിഭാഗത്തിന് സജീവമായിട്ട് 2ാമത്തെ ആൾക്ക് വേണമെങ്കിൽ ആ ട്വിറ്റർ ഹാൻഡിൽ അല്ലെങ്കിൽ എക്സ് ഹാൻഡിൽ നിലനിർത്തുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതും അവർ ചെയ്ത് കാണുന്നില്ല. അതോടുകൂടെയാണ് മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയെ സ്ഥിരീകരിക്കുന്ന ഉപോത്ബലകമായിട്ടുള്ള തെളിവുകളിലേക്ക് മാധ്യമങ്ങളൊക്കെ എത്തുന്നത്. അപ്പം ട്രംപ് ഈ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ പ്രഖ്യാപനമോ ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും നെതന്യാഹുവിൻ്റെ 2 വീഡിയോസും ചീറ്റിപ്പോയിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നെതന്യാഹു ചത്തുപോയി എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് അംഗീകരിപ്പിക്കുന്ന രൂപത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നീട് ഓരോന്നായിട്ട് പൊട്ടിച്ച് കൈ കൊടുക്കുന്നത്. അപ്പോൾ എന്തേ ഇത്രമേൽ കഷ്ടപ്പെട്ടൊരു ജനറേറ്റ് ചെയ്ത് ആ വീഡിയോ പബ്ലിഷ് ചെയ്ത് പിന്നെ അതിൻ്റെ തൊട്ട് സെക്കൻഡുകൾ കൊണ്ട് ഇത് AI ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ മൗനം വാചാലതയായിട്ട് അവരിങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നും മിണ്ടാട്ടില്ല. ട്രംപിന് അങ്ങനെ ഒരു വിവരം അറിയില്ല. എന്നാൽ മുജ്തബ ഖാംനയി മരിച്ചിരിക്കുന്നു എന്ന വാർത്തയൊക്കെ അന്തവും കുന്തവും ഇല്ലാതെ ട്രംപ് പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉറ്റ സുഹൃത്തിനെക്കുറിച്ച് എന്തുകൊണ്ട് ഈ ട്രംപ് ഒന്നും പറയുന്നില്ല? അവിടെയും ഒരു പന്തികേടുണ്ട് എന്നുള്ളത് കൃത്യമായി ഈ മേഖലയിൽ അന്വേഷണം നടത്തുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
ട്രംപിന് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. പക്ഷേ തുറന്നു പറഞ്ഞാൽ അത്ര പന്തിയാകില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ഈ ഉറ്റ ചങ്ങായിയുടെ പടമാകുന്ന രംഗങ്ങളൊക്കെ മിസൈൽ ആക്രമണത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് പോലും മിണ്ടാതിരിക്കുന്നത്. അടുത്ത ഉന്നം ട്രംപാണെന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകം സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പോൾ ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ലോകത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് പിന്നീട് അൺഎക്സ്പെക്റ്റഡാണ്, ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പേടിച്ചുരുണ്ട് കൊണ്ട് പറയുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. എന്താണെങ്കിലും ഒരാൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അയത്തുള്ള ഖാംനയുടെ ബ്ലഡ് മണി ഒരാളിലൂടെ സ്വരൂപിച്ചു. ഇനി ഒരാൾ ബാക്കിയുണ്ട്. ആ ആൾ ട്രംപാണെന്ന് ഇറാൻ മീഡിയകളൊക്കെ പുറത്തേക്ക് വിടുകയും ആ മുജ്തബ ഖാംന അത് വ്യക്തമാക്കുകയും ചെയ്തു. 47 ലക്ഷം മിലിറ്ററിക്ക് ഒരാളെയാണ് നമുക്ക് ആവശ്യം. ആ ആളെ വഴിയെ പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ അതിൻ്റേതായ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രംപിനെ എങ്ങനെ ഇവരെന്ത് ചെയ്യുമെന്നതൊക്കെ കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. കാരണം ഇത്രയും നാൾ നെതന്യാഹുവിൻ്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്ന് പറയുന്ന പല ആളുകളും കൊട്ടിഘോഷിച്ചിരുന്നു. പക്ഷേ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇറാന് സാധിച്ചു എന്ന് തന്നെ വലിയൊരു വിജയമായിട്ട്, ഇറാൻ്റെ വിജയമായിട്ട് പല മാധ്യമങ്ങളും കൊട്ടിഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 2 വീഡിയോ എടുത്തു വെച്ചിട്ട് ആ മരണമായിട്ട് കണക്കാക്കേണ്ടതില്ല, ആളിവിടേക്ക് ഉണ്ട് എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമവും പാളിപ്പോയി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നെതന്യാഹു ഇപ്പം നിലവിൽ ഇല്ല എന്നുള്ളിടത്തേക്ക് ലോക മാധ്യമങ്ങളൊക്കെ കൺഫേം ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ കൃത്യമായിട്ടൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അത് വന്നാൽ മാത്രമേ നമുക്കത് കൺഫർമേഷൻ അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇത് ലോകത്ത് വരാൻ സാധ്യതയില്ല. അമേരിക്ക അത് തുറന്നു പറയാൻ സാധ്യത തീരെയില്ല. ഇസ്രായേലാകട്ടെ തീരെ പറയില്ല. കാരണം അവരുടെ എല്ലാ അർത്ഥത്തിലും അവിടെ 2000 പേര് എന്ന് പറയുന്നുണ്ട്, 20,000 പേർക്ക് പരിക്കേറ്റാലേ പറയുള്ളൂ. ആ ലെവലിലുള്ള ആളുകൾ എങ്ങനെ ഇതൊക്കെ തുറന്നു പറയാം? അപ്പോൾ ഇതാർക്കാണ് യുദ്ധം കൊണ്ട് നേട്ടമുണ്ടായെന്ന് വെച്ചാൽ അത് നെതന്യാഹുവിന് തന്നെയാണ് നേട്ടമുണ്ടായത്. നേരത്തെ തന്നെ പോകാനായി എന്നുള്ളതാണ്. ആ നേട്ടത്തിൻ്റെ അപ്പുറം മറ്റൊരുപാട് നേട്ടങ്ങളുണ്ട്. മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തകർന്നു, അവരൊക്കെ അങ്ങനെ കാണാൻ പറ്റി. മിലിറ്ററി അഥവാ IDFൻ്റെ ഓരോ പട്ടാളക്കാരും അവരുടെ വീട് ഇങ്ങനെ തകർന്ന തരിപ്പണമായി അങ്ങനെ കൺമുന്നിൽ കാണുമ്പോൾ അവർക്കും വലിയൊരു നേട്ടമുണ്ട്. ഉൾചിന്ത വരാൻ ഗസയിൽ ഇങ്ങനെ കൊണ്ടിട്ട് എന്താ പറയുക, ഒരു വിലയും കൽപ്പിക്കാതെ അവിടെ ഇങ്ങനെ കൊല നടത്തിയ ടീമാണിപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ ഈ ഇസ്രായേൽ IDFൻ്റെ നേട്ടവും അവിടുത്തെ നേതാക്കന്മാരുടെ നേട്ടവും അവിടുത്തെ പൗരന്മാരുടെ നേട്ടങ്ങളൊക്കെ ഓട്ടമാണ് അവർക്ക് കിട്ടിയ നേട്ടം. അതുകൊണ്ട് യുദ്ധം ഒരു പരിധിവരെ ഇസ്രായേലിൻ്റെ നേട്ടം തന്നെയാണെന്ന് പറയാം. ഒന്ന്, നെതന്യാഹുവിന് നേരത്തെ പോകാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് സൈനികർക്ക് അവരുടെ ഭവനങ്ങളൊക്കെ ഈ മിസൈൽ ആക്രമണത്തിൽ തകർത്ത് കളയാനുള്ളൊരു അവസരം ഇറാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മൊസാദിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവിടുത്തെ റഡാറുകൾ, ഇതൊന്നും തകരൂല എന്ന് കരുതിയതൊക്കെ തകർന്ന് കാണാൻ പറ്റിയെന്ന വലിയൊരു നേട്ടത്തിലാണ്, വലിയൊരു ആനന്ദത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുമ്പം നമുക്കങ്ങനെ തന്നെ പറഞ്ഞു പോകേണ്ടി വരും. കാരണം ഇതൊന്നും തൊടാൻ കഴിയില്ല എന്ന് ബീംബളക്കിയ ആളുകളുടെ മുച്ചോടും ചുട്ടുകരച്ചുകൊണ്ടാണ് ലോകത്തിന് മുമ്പിൽ ഓരോ വാർത്തയും വരുന്നത്. എന്താണെങ്കിലും നെതന്യാഹുവിൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയ വിവരവുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിരൂപണങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും. മറ്റു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.